ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവം കനിഞ്ഞു നൽകിയ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മുടെ മുന്നിൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും, ഒരുപക്ഷെ നീ പല വാതിലുകളും മുട്ടിയിട്ടും തുറക്കപ്പെടാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മകനായിരിക്കാം, മകളായിരിക്കാം. പക്ഷേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ 13-14 തിരുവചനം നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവും പുത്രനും മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും വെറുപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നവരായിരിക്കാം. പക്ഷെ നമ്മുടെ നല്ല ദൈവത്തിന് ഇത് സാധ്യമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവമേ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ കഴിവുള്ള ദൈവനാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ഞങ്ങൾ യാചിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം മക്കളെ. കാരണം എല്ലാ വഴികളും അടഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴും മോശ തന്റെ ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ കയ്യിലെ വടി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാനും അത് ചെങ്കടലിനെ നേരെ നീട്ടുവാനുമാണ് പറഞ്ഞത്. വഴി അടഞ്ഞു എന്ന് മനസ്സിലാക്കിയ ആ സ്ഥലത്ത് ആരും അറിയാത്ത വഴി ആ ചെങ്കടലിന് മീതെ ദൈവം തുറന്നവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നത് പോലെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിന്റെ നാമമല്ലാതെ, യേശുവിന്റെ നാമത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു മേഖലകളില്ല മക്കളെ. എല്ലാ വഴികളും തുറക്കുന്നവനാണ് അവിടുത്തെ നാമം. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലാണെങ്കിൽ യേശു, ആ വചനത്തിന്റെ ശക്തിയാല്, ആ നാമത്തിന്റെ ശക്തിയാല് നമുക്ക് വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം ദൈവമേ ഞങ്ങളുടെ മുന്നിലെ വഴികൾ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു താക്കോലാണ് യേശുവിന്റെ നാമം, വചനത്തിന്റെ ശക്തി. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവ് പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ ഒരു വചനം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ലോകത്ത്, നമ്മുടെ സഭയില്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ചൊരിയുവാനിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണുവാനും കേൾക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ദിവസം ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം, യേശുനാമത്തിന്റെ സംരക്ഷണം, വചനത്തിന്റെ കോട്ട കെട്ടി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.